ഹലോ ഗൈസ്, എൻ്റെ ഓണം തുടങ്ങുന്നത് ഉത്രാട ദിവസം വൈകുന്നേരം 5 മണിക്കാണ്. കാരണം എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് പൂവൊക്കെ മേടിച്ച് ഞാൻ എൻ്റെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ നമുക്ക് തിരുവോണ ദിവസമായി. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും രാവിലെ വിളക്കൊക്കെ കത്തിച്ച് അപ്പം പൂക്കളം ഇടാൻ പോവാണ്. ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഒരു 7 മണിയായി. അന്നേരത്തേക്കും പൂക്കളം തന്നെ ഞാൻ കരുതി കളം വരച്ചിട്ടിടാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ചേച്ചീനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ അത്തപ്പൂക്കളം ടെറിട്ടറിയൊക്കെ എൻ്റെ ചേച്ചിയുടെ ഭാഗമാണ്. അവൾ മെയിൻ ലീഡായിട്ട് നിൽക്കും, ഞാൻ ശിങ്കിടിയായിട്ട് പുറകെ നടക്കും. മെയിൻ പണിയൊക്കെ അവളായിരുന്നു എത്തുകൊണ്ടിരുന്നത്. ഇപ്പം അവൾ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ തന്നെ പണിയിലെടുക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ ഓക്കെ. ഞാൻ കരുതി ഇന്ന് അത്തപ്പൂക്കളം വരച്ച് പൂവൊക്കെ ഇറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കുളിച്ചിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഞാൻ തന്നെ എല്ലാ പണിയെടുത്ത് ഞാൻ തന്നെ ഇവിടുത്തെ ബംഗാളും തൊഴിലും എല്ലാം ആയിട്ട് നിന്ന് അങ്ങനെ നമ്മൾ പൂവൊക്കെ അറുത്തതിന് ശേഷം നമ്മൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ തിരിച്ചു വന്നു കഴിച്ചു. അങ്ങനെ എന്നിട്ട് നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൂക്കളം ഇടുന്ന ഇത്ര ബുദ്ധിമുട്ടാണെന്ന് സ്വന്തമായിട്ടൊന്ന് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഈ പറമ്പിക്കൂടിയൊക്കെ ഓടി നടന്ന് റോസാപ്പൂവൊക്കെ ഒപ്പിച്ച് പിന്നെ കുറച്ച് പൂവേ പുറത്തുനിന്ന് മേടിച്ചോളൂ. കുറച്ച് പൂവ് പിന്നെ ഈ നമ്മുടെ പരിസരത്തു നിന്നൊക്കെ പറിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ ഇടാൻ തുടങ്ങി. ഞാൻ ഇട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പൂവ് കൂടുതലും കളം ചെറുതുമായിരുന്നു. പിന്നെ അത്തപ്പൂക്കളം പിന്നെ ഞാൻ എന്ത് ചെയ്താലും അതിന് വാല പിടിക്കാൻ എൻ്റെ അക്ഷയ എപ്പോഴും വരുന്നതുകൊണ്ട് ഞാനും അക്ഷയും കൂടി പിന്നെ പൂക്കളം അങ്ങ് തുടങ്ങി. അവളുടെ വീട്ടിൽ പൂക്കളമൊക്കെ തലേ ദിവസമേ ഇട്ടു. എന്നിട്ട് ഞാനും അവളും കൂടി ഇടാൻ തുടങ്ങി. അപ്പോൾ ഇട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പൂവ് കൂടുതലും കളം ചെറുതുമായിരുന്നു. പിന്നെ നമ്മൾ കളം വലുതാക്കിയപ്പോൾ പൂവ് കുറഞ്ഞു പോയി എന്തായാലും. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അതങ്ങ് ഒപ്പിച്ച്. പക്ഷേ ഇട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം ബഹുമാനമൊക്കെ തോന്നി കേട്ടോ. ഇത്ര നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇടാൻ അറിയാവുന്നു. പിന്നെ ഞാനും അവളും ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുത്ത് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് അത്തപ്പൂക്കളൊക്കെ ശരിയാക്കി. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം നമ്മൾ സന്ധ്യാസമയത്തിന് നമ്മൾ ഗണപതിക്കും ഭഗവാനും ഒക്കെ നമ്മൾ ചോറ് എൻ്റെ അച്ഛൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വന്ന് ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടി നമ്മൾ സദ്യ കഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് അത്ര അടിപൊളിയായിട്ട് കഴിക്കാനൊന്നും പറ്റിയില്ല, എന്നാലും സൂപ്പറായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് നമ്മൾ കഴിച്ചു. ഒരു നല്ല ഗംഭീര സദ്യയ്ക്ക് ശേഷം ഫോട്ടോ എടുപ്പ് സെക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ സദ്യ കഴിഞ്ഞ് കളിക്കാനൊക്കെ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അങ്ങനെ അപ്പോൾ അത്ര ഉള്ളൂ ഗൈസ്. എൻ്റെ ഓണം വ്ളോഗൊക്കെ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഫോട്ടോ